പ്രമാണിയുടെ വീട്ടിലേക്കാണ് എന്നെ കൊണ്ടുപോയേക്കണം. അപ്പം ഞാൻ ചോദിച്ചു നമ്മളെന്തിനാ ഇവിടെ വന്നതെന്ന് ചോദിച്ചു. ചേച്ചി അമ്മച്ചി പീതാമ്പന്റെ വോട്ട് വെച്ച് ഇറങ്ങിയ കൂട്ടത്തിൽ ഒന്ന് കയറിയെന്നേ ഉള്ളൂ. അല്ല ഇതൊരു ഞാൻ പറഞ്ഞ അവർ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്, അല്ലെങ്കിൽ മാധ്യമം അവിടെ വരുത്തിയിട്ട് വായിക്കില്ലല്ലോ. മഹിക്ക് ഒരുപക്ഷെ അത് അറിയില്ലായിരിക്കും. നിങ്ങൾ ഇന്നലെ വന്ന പയ്യനാണ്. പുള്ളി തർക്കത്തിന് തയ്യാറായിട്ട് വരെയാണ്. എന്താ അമ്മാവനും മരുമോനും കൂടുകൂടൂ. ഞാൻ പറഞ്ഞു ഞാൻ ഇപ്പോൾ വന്നത് തർക്കത്തിനല്ല, ഞാനിങ്ങനെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ടെന്ന് നിങ്ങളെ അറിയിക്കാൻ വേണ്ടി വന്നതാണ്. ജനാധിപത്യ മൂല്യങ്ങളെ എന്നും പരമാവധി ഉയർത്തിപ്പിടിച്ചിട്ടുള്ളവരാണ് ഞാൻ. മനസ്സിലൊന്ന് വെച്ചിട്ട് പുറത്ത് വേറൊന്നും പറഞ്ഞില്ലല്ലോ. ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു എനിക്ക് വോട്ട് ചെയ്യണമെന്നാണ്. പീതാംബരനെ കുറിച്ച് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ലല്ലോ. അയ്യോ അത് പിന്നെ പറയണോ? പീതാംബരനെ ആർക്കാ അറിയാത്തത്? അത് എൻ്റെ ഒരു അവകാശം ആണ്. നിങ്ങൾക്ക് ചെയ്യുകയോ ചെയ്യാതിരിക്കുകയോ ചെയ്യുന്നത് നിങ്ങളുടെ അവകാശവുമാണ്. പക്ഷെ ഒന്നും തോന്നരുത്, വോട്ട് ഞങ്ങൾ പാർട്ടിക്കേ ചെയ്യൂ. അപ്പോൾ തൽക്കാലം വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ അത് കർശനമായിട്ട്, കാരണം അങ്ങനെ ജമാഅത്ത് ഇസ്ലാമിക്കാരനാണ്. ഇതെങ്കിൽ പേടിക്കണ്ട, ഇല്ലെങ്കിൽ പേടിക്കണം. നമ്മൾ ഡീല് ചെയ്യുന്നത് നമുക്കൊരു നിയന്ത്രണവും ഇല്ലാത്ത മനുഷ്യൻ്റെ മനസ്സുമായിട്ടാണ്. കാര്യം എനിക്കറിയില്ല, പക്ഷെ കഴിഞ്ഞ നിയമസഭയിൽ നിങ്ങൾ ഉടുതുണി ഉയർത്തിപ്പിടിച്ചായി കേട്ടിട്ടുണ്ട്. അങ്ങനെ ഇപ്പൊ വായിക്കണ്ട.